നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോ നിന്നോട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ ഞാൻ തിരിച്ചു വരൂന്ന്. എന്നോടുള്ള പകയും വൈരാഗ്യം കൊണ്ട് മനസ്സിൽ പൊട്ടിയൊലിക്കുന്ന വ്രണവുമായിട്ട് നീ അലഞ്ഞു നടക്കും. ഒടുവിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ എവിടെയെങ്കിലും തെരുവിൽ വീണു മരിക്കും. അർച്ചനയുടെ മുമ്പിൽ ജയിക്കാൻ നിനക്കിനി ജന്മത്ത് കഴിയില്ല. എന്തു പറ്റി? എന്തിനിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഇതെന്തെങ്ങനെ കണ്ണുമിഴിച്ച് നോക്കുന്നേ? സാധാരണ എപ്പോഴും നല്ല ഉത്സാഹത്തോടെ ഇരിക്കുന്ന ആളാണല്ലോ. ഇപ്പതേ പേടിച്ച പോലെ. വല്ല ദുസ്വപ്നവും കണ്ടോ? ഞാൻ സ്വപ്നം കണ്ട കാര്യം സമൃദ്ധ എങ്ങനെ അറിഞ്ഞു? അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സ്വപ്നം കണ്ടതല്ലേ? ആട്ടെ, എന്ത് ദുസ്വപ്നം കണ്ടേ? അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. ദുസ്വപ്നം മാത്രമല്ല, നാലുപാടും ഓരോരോ പ്രശ്നങ്ങളാ. ഒരു സമാധാനം കിട്ടുന്നില്ല. എന്റെ സമയം മോശമാണെന്ന് തോന്നുന്നു. ചെയ്തു കൂട്ടിയതിന്റെ ഫലം അനുഭവിക്കാതെ നിനക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ എല്ലാം നെഞ്ചു പിളർക്കുന്ന പ്രാർത്ഥനകൾ ഓരോ ദിവസവും രാത്രി നിന്റെ മുമ്പിൽ ദുസ്വപ്നങ്ങളായി വന്നു നിൽക്കും. ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാ നമുക്ക് ഓരോ കാര്യത്തിലും വിശ്വാസം വരുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തോട് അടുക്കുന്നവരാ കൂടുതലും. എനിക്കങ്ങനെ വലിയ ദൈവവിശ്വാസമൊന്നുമില്ല. എന്നുവെച്ച് ദൈവനിഷേധവുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വഴിപാട് നടത്തിയാ ഇതൊക്കെ മാറുമോ? അങ്ങനെ വെറുതെ വഴിപാട് നടത്തിയാൽ മാത്രം മാറില്ല. യഥാർത്ഥ കാരണം എന്താന്ന് കണ്ടെത്തി അതറിഞ്ഞു വേണം വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്താൻ. അതിന് നല്ലൊരു ജോത്സ്യനെ കണ്ടേ പറ്റൂ. ഈ ജോത്സ്യന്മാര് തന്നെ പകുതിയിലേറെ തട്ടിപ്പാ. ആരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നിശ്ചയമില്ല. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. പരിചയമുള്ള ഒരാളെ കാണുന്നതാ നല്ലത്. ആഹാ, അദ്ദേഹം പറയുന്ന പോലെ ചെയ്താ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. എന്നാ പിന്നെ അദ്ദേഹത്തെ വിളിക്കേ, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കേ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാലും മതിയല്ലോ. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാം. ഇവരെ വിശ്വസിക്കാമോ? പഴയ ശത്രുവാണോ? എന്തായാലും ജോത്സ്യനെ കാണാം. പിന്നെ ഓർമ്മകളില്ലാത്ത ഇവളെ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പഴയ ശത്രുത പോയിട്ട് സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കാം. അദ്ദേഹം നാളെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്തായാലും ജോത്സ്യം വരട്ടെ, അതാ നല്ലത്.